യെസ്, മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 159 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻസ് പറയുന്നു സദൃശ്യവാക്യങ്ങൾ 5 മുതൽ 8 വരെ, 2 കൊരിന്ത്യർ 10-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ഇതിലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു മൃഗത്തിന്റെയും അതിന്റെ കുട്ടിയുടെയും പേരിനകത്തൊരു മധുര പലഹാരത്തിന്റെ പേരുണ്ട്, മൃഗങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം പേടമാൻ, ഇളമാൻ പേട എന്നുള്ളതാണ് കേട്ടോ. സദൃശ്യവാക്യങ്ങൾ 5:19 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ മധുര പലഹാരം എന്നുള്ളത് പേട എന്നുള്ളതാണ്, പാല് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പലഹാരം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: 66 പുസ്തകത്തിലെ ഒരു പുസ്തകത്തിന്റെ പേരും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ വാക്കും പാഠഭാഗത്തിലെ ഒരു വാക്യത്തിലുണ്ട്, ഏതൊക്കെ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പുസ്തകം ഉൽപ്പത്തി. സദൃശ്യവാക്യങ്ങൾ 8:23. പദം ആദിയിൽ, ഉൽപ്പത്തി 1:1 ആദ്യം പറഞ്ഞിരിക്കുന്ന വേർഡ് അതാണല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: പാഠഭാഗത്തിലെ ഒരു വൃക്ഷത്തിന്റെ പേരും ബൈബിളിലെ ഒരു ആകാശഗോളത്തിന്റെ പേരും ഒന്നാണ്, വൃക്ഷം ഏതായിരുന്നു ചോദ്യം. ഉത്തരം കാഞ്ഞിരം. സദൃശ്യവാക്യങ്ങൾ 5:4 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിൽ ആകാശഗോളം എന്നുള്ളത് നക്ഷത്രത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് കാഞ്ഞിരം എന്നാണ്. വെളിപ്പാട് 8:11 നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ധനം, അലസത, വസ്ത്രം എന്നീ പദങ്ങളുടെ അർത്ഥം ചേർന്ന് വരുന്ന ഒറ്റപ്പദം. ഉത്തരം പണം, അടിശീല. സദൃശ്യവാക്യങ്ങൾ 7:20 നമുക്കിത് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിൽ ധനം എന്നുള്ളത് പണം, അലസത മടി, വസ്ത്രം എന്നുള്ളത് ശീല. ഓക്കെ. അവസാനത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: പൗലോസിന്റെ ലേഖനങ്ങൾ എങ്ങനെയുള്ളവയാണ്? ഉത്തരം ഘനവും ഊറ്റവും. 2 കൊരിന്ത്യർ 10:10 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത പോർഷൻസ് പറഞ്ഞുതരാം, നല്ലോണം വായിച്ച് പഠിച്ചോളൂ. സദൃശ്യവാക്യങ്ങൾ 9 മുതൽ 12 വരെ, 2 കൊരിന്ത്യർ 11-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാവരും വായിച്ച് നല്ലോണം പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.